ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറയാം എന്റെ ലൈഫിൽ ഒരാൾ ഒളിച്ചോടി പോകുന്ന വീഡിയോ കാണുന്നത്. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? പ്രസിഡന്റിനെ വിവരം അറിയിച്ചായിരുന്നോ? ഞാനിതെങ്ങനെ പ്രസിഡന്റിനോട് പറയുന്നു എന്ന് വെച്ചാല് സ്വന്തം വീട്ടിൽ നിന്ന് ബാഗും സാധനങ്ങളും എടുത്ത് ലൈവായി ഒളിച്ചോടി പോകുന്ന ഒരു കാര്യം. നാണം കേട്ടോ ഓരോന്ന് ചെയ്യുന്നതിന് മുമ്പ് നീ നിന്റെ കുടുംബത്തെ കുറിച്ച് ആലോചിച്ചോ? നിനക്ക് താഴെയുള്ള നിന്റെ അനിയത്തെ കുറിച്ച് ആലോചിച്ചോ? നീ എനിക്ക് ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ, ചേച്ചിക്ക് തന്നെ അറിയില്ല എത്ര ബാഗും കവറും കൊടുക്കണമെന്ന്. പിന്നെ ഇവള് പ്രേമിച്ചിറങ്ങിപ്പോയ ബസ് കണ്ടക്ടർ, അവനെ പറ്റി രണ്ട് വാക്ക് പറയണം. അവന്റെ ഇരട്ടപ്പേര് തന്നെ പൂവാലൻ എന്നാ. വെറും 3 മാസത്തെ പരിചയം. 3 മാസത്തെ പരിചയം. ഒരു മകളെ കുറിച്ച് എന്ത് തോന്നിയാസം പറയാലടാ, അതും എന്റെ ഒരു ബന്ധുവായ നീയാ. ബന്ധുവായോണ്ട് തന്നെ പറയുന്നേ, ഇത് ചൂണ്ടേണ്ടതേ നിങ്ങളുടെ മോളുടെ നേർക്ക. സത്യത്തിൽ ഇവിടെ സമൂഹമാണ് ശിക്ഷിക്കേണ്ടത്, നമ്മുടെ സൊസൈറ്റിയാണ് ഇവർക്കൊക്കെ മറുപടി കൊടുക്കേണ്ടത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എന്ത് കണ്ടിട്ടാണെന്ന്? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അയാൾക്ക് ഭയങ്കര ഉയർന്ന ഉദ്യോഗം ഉണ്ടോ, അല്ലെങ്കിൽ അയാളുടെ വീടുമായിട്ട് അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? കിളിയാണ്. അയ്യോ, നശിപ്പിച്ചല്ലോടിയല്ല എന്റെ ദൈവമേ, എനിക്ക് വയ്യ ഈശ്വരാ. എനിക്ക് മനസ്സിലാവാത്ത എന്ത് കണ്ടിട്ടാണ് ഇവന്റെ കൂടെ പോയെന്നുള്ളതാണ്. എന്ത് കണ്ടിട്ടില്ല. സുരേഷ് ചേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്. അതാണ് സുരേഷ് ചേട്ടൻ്റെ ലൈഫ്. സ്ലോ സ്റ്റഡി വിൻസ് ദ റേസ്. അതാണ് എൻ്റെ ലൈഫ്.